ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ പേഷ്യൻസിൽ അല്ലെ നോർമൽ പോപ്പുലേഷനിൽ ഒരുപാട് ആളുകൾക്ക് ഫേസിൽ ഒരുപാട് കൺസേണുകളുണ്ട്. പിമ്പിൾസ് ഉണ്ട്, ടാനിങ് ഉണ്ട്, ഭയങ്കര മെഴുക്കുള്ള ആളുകളുണ്ട്, അതല്ലെങ്കിൽ ഓപ്പൺ പോർസ് ഉണ്ട്, അതുപോലെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത് ഗേൾസിനായിട്ട് ബോയ്സിനായിട്ട് ഒരുപോലെ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പലതരം മെത്തേഡ്സുകളുണ്ട്. അതിൽ പലതരം ക്രീമുകളുണ്ട്, ടാബ്ലറ്റുകളുണ്ട്, അതേപോലെ ഒരുപാട് പ്രൊസീജിയേഴ്സും ഉണ്ട്. പ്രൊസീജിയേഴ്സിൽ കെമിക്കൽ പീലിംഗ്, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇവരുടെ ഈ ഫേസിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ഫേസിലേക്ക് നോക്കുമ്പോൾ കൂടുതലായിട്ട് ഇതിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ട്, പിമ്പിൾസിൻ്റെ പാടുകളുണ്ട്, കുറച്ച് നല്ല ഓയിലി ആയിട്ടുള്ള ഫേസാണ്. ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പൺ പോർസുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ഫേസിന് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് ടെക്നിക്കാണ് കാർബൺ പീല്. കാർബൺ പീൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു എൻഡിയ ഗ്ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ലേസറിൽ ചെയ്യുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പീലാണ്. അതിൽ പിന്നെ കെമിക്കൽസ് അല്ല യൂസ് ചെയ്യുന്നത്, നമ്മളൊരു കാർബൺ പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ലേസർ ഉപയോഗിച്ചിട്ട് അതിനെ ഒഴിവാക്കുന്ന ഒരു തരം ഒരു പീലാണത്. ലേസർ പീൽ അല്ലെങ്കിൽ ഹോളിവുഡ് ഫേഷ്യൽ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഈ ഹോളിവുഡിലൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഗതിയാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി നമ്മൾ ഇതിൻ്റെ ലേസർ മെഷീന് ഓൺ ചെയ്തിട്ട് ഇതിൽ ഈ ലേസർ മെഷീനുകളിൽ പലതരം പിന്നെ പ്രോബുകളുണ്ടാവും. അത് ഓരോ ഇൻഡിക്കേഷന് ഓരോ തരം പ്രോബുകളാണ് ഇതിൽ യൂസ് ചെയ്യുക. ഇപ്പം ഈ ഒരു മെഷീനിൽ തന്നെ നമുക്ക് പിന്നെ കരിമംഗലം, അതുപോലെ ടാറ്റു, അതുപോലെ ഫ്രെക്കിൾസ്, ഇങ്ങനെയുള്ള പല കണ്ടീഷനുകളും നമുക്ക് ഈ മെഷീനിൽ തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഓരോന്നിനും ഓരോ ടൈപ്പ് പ്രോബുകളാണ്. പലതരം ബർത്ത് മാർക്കുകൾ, പിന്നെ മറുകുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മെഷീനിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി കാർബൺ പീൽ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോബാണ് ഇതിനുള്ളത്. ഇവിടെ കാർബൺ പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ മെഷീനിൽ പലതരം മോഡുകളുണ്ട്. അതിലൊരു ജെനസിസ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡിലേക്ക് മെഷീൻ മാറ്റിയിട്ട് പിന്നെ അതിൽ കൂടി നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് കാർബൺ പാർട്ടിക്കിൾസിനെ കംപ്ലീറ്റ് ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ മെൽറ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ കാർബൺ പാർട്ടിക്കിൾസ് ഈ കാണുന്ന ചെറിയ ചെറിയ പോർസിലേക്കൊക്കെ ഉള്ളിലോട്ട് പോയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് എത്തുമ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഉള്ളിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നമ്മളതിൻ്റെ മോഡ് മാറ്റിയിട്ട് ഒരു ടോപ്പ് ഹാറ്റ് തണ്ടുള്ള മോഡിലേക്ക് മാറ്റിയിട്ട് ഈ കാർബൺ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരൊറ്റ ഷോട്ടിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ് വളരെ വൃത്തിയായിട്ട് റിമൂവ് ആവുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാർബൺ പാർട്ടിക്കിൾസ് റിമൂവ് ആവുന്നതോടുകൂടി അതിൻ്റെ ഇത് ഏതൊക്കെ പോർസിലേക്കും അതുപോലെ പൈലോസെബേഷ്യസ് യൂണിറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അത് ഒരു എനർജി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ പിമ്പിൾസ് ഉണ്ടാകാനുള്ള ചാൻസ് കുറക്കുകയും ഉള്ള പിമ്പിൾസിനെ ഒരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്കിതിനെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇത് ഓപ്പൺ പോർസിൻ്റെ ഉള്ളിലേക്കുള്ള എനർജി ഇത് വരുമ്പോൾ അതിൻ്റെ പൈലോസെബേഷ്യസ് യൂണിറ്റ്സിനെ അത് ഷ്രിങ്കായിട്ട് അങ്ങനെ ആ ഒരു ഓപ്പൺ പോർസൊക്കെ കുറയുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കാർബൺ എല്ലാം പോയിട്ട് അത് ഫേസ് എല്ലാം ക്ലീൻ ആയിരിക്കുകയാണ്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത് ലേസർ ടോണിങ് എന്നുള്ള സ്റ്റെപ്പാണ് ഇതിൽ വരിക. അപ്പോൾ അതിൽ ഇനി ബാക്കിയുള്ള ഇപ്പം പൊതുവെയുള്ള പിഗ്മെൻറ്റേഷനുകളും കാര്യങ്ങളും ഒക്കെ ഈ സ്റ്റെപ്പിലാണ് കൂടുതൽ ഒരു എഫക്റ്റ് വരിക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിലുള്ള പിന്നെ മെലാനിൻ പിഗ്മെൻറ്റുകൾ ഡൈല്യൂട്ട് ആവുകയും സ്കിൻ ഒന്നും കൂടി ഗ്ലോ ആവുകയും അത് പിന്നെ സ്കിന്നിലെ ഒരു ബ്രൈറ്റ് ആവുകയും അതിലുള്ള പിഗ്മെൻറ്റേഷനുകളൊക്കെ ഒന്ന് കുറയുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്.